നമസ്കാരം. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര പാതകളിൽ ഒന്നാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വലിയൊരു ശതമാനം ക്രൂഡ് ഓയിൽ കയറ്റുമതി ഈ കടലിടുക്കിലൂടെ തന്നെയാണ് നടക്കുന്നത്. അതിനാൽ തന്നെ ഈ മേഖലയുടെ സുരക്ഷ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രധാന എണ്ണപ്പാത സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെടുന്ന നാവിക സഖ്യത്തിൽ ചേരാൻ ചില സഖ്യകക്ഷികൾ വിസമ്മതിച്ചതിനെ തുടർന്ന് അമേരിക്ക ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രൂപീകരിക്കുന്ന നാവിക സഖ്യത്തിൽ ചേരാൻ വിസമ്മതിച്ച സഖ്യകക്ഷികളെ തള്ളിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പ്രധാന എണ്ണപ്പാത സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ്, ഏറ്റവും കരുത്തുറ്റ സൈന്യം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ ട്രംപ് നാറ്റോ അംഗങ്ങൾ കൂട്ടുത്തരവാദിത്തം കാണിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തി. 2 ദിവസം മുൻപാണ് ഹോർമൂസ് കടലിടുക്കിലേക്ക് യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാൻ ട്രംപ് സഖ്യ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ജർമ്മനി, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ ഈ ആവശ്യം നിരാകരിച്ചു. സഖ്യകക്ഷികളുടെ ഈ നിഷേധാത്മക നിലപാട് നാറ്റോയുടെ ഭാവിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. തുടക്കത്തിൽ യുദ്ധക്കപ്പലുകൾ അയക്കാൻ വിസമ്മതിക്കുകയും പിന്നീട് യുദ്ധം ഏകദേശം അവസാനിക്കാറായപ്പോൾ മാത്രം സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്ത യുകെയുടെ നിലപാടിനെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ യുദ്ധക്കപ്പലുകൾ അയക്കാതിരിക്കാൻ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യതയാണ്. സൈനിക നീക്കത്തിന് പകരം നയതന്ത്ര ചർച്ചകൾക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നാണ് അവർ വ്യക്തമാക്കിയത്. സ്വന്തം രാജ്യത്തെ നിയമപരമായ തടസ്സങ്ങളാണ് ജർമ്മനി ചൂണ്ടിക്കാട്ടിയത്. പോളണ്ട്, ബെൽജിയം തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കാനായി ചർച്ചകൾക്കാണ് ഊന്നൽ നൽകിയത്. സഖ്യകക്ഷികൾ അമേരിക്കയെ എത്രത്തോളം പിന്തുണയ്ക്കുമെന്ന് പരീക്ഷിക്കാനാണ് താൻ സഹായം തേടിയതെന്നാണ് ട്രംപിന്റെ പുതിയ ന്യായം. എനിക്ക് അവരുടെ ആവശ്യം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാനാണ് ഞാൻ ഇത് ചെയ്തത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സഖ്യകക്ഷികളുടെ സുരക്ഷയ്ക്കായി അമേരിക്ക വലിയ തുക ചിലവഴിക്കുന്നുണ്ടെന്നും അവരുടെ പ്രതികരണത്തിൽ താൻ സന്തുഷ്ടനല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുകെയുടെ നിലപാടിൽ താൻ വലിയ നിരാശനാണ് എന്നും ട്രംപ് വ്യക്തമാക്കി. ഫെബ്രുവരി 28 മുതലാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ശക്തമായ സൈനിക നടപടി ആരംഭിച്ചത്. ഇതിന് പ്രതികാരമായി ഇറാൻ ഇസ്രയേലിന് നേരെയും പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയും ശക്തമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇതോടെ സംഘർഷം മേഖലയിലാകെ വ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് നിലവിൽ ഇറാൻ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 15ലധികം കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നും എണ്ണവില ബാരലിന് $200 വരെ ഉയർന്നേക്കാമെന്നും ഇറാന്റെ പുതിയ നേതാവ് മൊജ്തബ ഖമേനിയുടെ മുന്നറിയിപ്പും ഇതിനിടെ പുറത്തെത്തി. ഈ സംഭവ വികാസം ലോകരാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങൾ എങ്ങനെ മാറുന്നു എന്നതിന് ഉദാഹരണമാണ്. സഹകരണം കുറയുമ്പോൾ സംഘർഷ സാധ്യതകൾ ഉയരും. എന്നാൽ ശക്തമായ രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സ്വതന്ത്രമായി മുന്നോട്ട് പോകാനും തയ്യാറാണ്. ഈ സാഹചര്യത്തിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ഏകോപിതമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.